വാടക കുടിശ്ശിക നൽകാതെ കൈവശം വച്ചിരുന്ന ബിനി ടൂറിസ്റ്റ് ഹോം തിരിച്ചുപിടിക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇളവ് നൽകണമെന്ന കരാറുകാരന്റെ അപേക്ഷ നിരസിച്ചാണ് നടപടി. നവീകരിച്ച ബിനി 4 കോടിയോളം രൂപയുടെ വാടക കുടിശ്ശികയാണ് കോർപ്പറേഷന് നൽകാനുള്ളത്. തൃശൂർ കോർപ്പറേഷന്റെ ബിനി ടൂറിസ്റ്റ് ഹോം ചട്ടങ്ങൾ മറികടന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻപ് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അവസാനം ബിനിയുടെ വാടക കുടിശ്ശിക അടിയന്തരമായി ഈടാക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോർപ്പറേഷന് 1 രൂപ പോലും നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കില്ലെന്നും കൗൺസിൽ തീരുമാനങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കാനും സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കരാറുകാരനെ കൊണ്ട് കുടിശ്ശിക തിരിച്ചടപ്പിച്ച ശേഷം ചർച്ചയാകാമെന്നും 1 രൂപ പോലും കുറയ്ക്കാനാകില്ലെന്നുമുള്ള നിലപാടുമായി BJP പാർലമെന്ററി പാർട്ടി നേതാവ് രഘുനാഥ് സി മേനോനാണ് വിഷയം സഭയിൽ അവതരിപ്പിച്ചത്. ബിനി ടൂറിസ്റ്റ് ഹോം എന്ന കോർപ്പറേഷന്റെ ഗസ്റ്റ് ഹൗസ് ഒരു സ്വകാര്യ വ്യക്തി നിയമം വിരുദ്ധമായി ടെൻഡർ നടപടിയിലൂടെ ഏറ്റെടുത്ത് അത് വലിയൊരു കടബാധ്യത കോർപ്പറേഷനുമായി വരുത്തിക്കൊണ്ട് ഏകദേശം 4 കോടിയോളം രൂപയുടെ കടബാധ്യത വരുത്തി കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിൽ വിഷയം അവതരിപ്പിച്ച് ആ വിഷയത്തിന് മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും അംഗീകാരം നേടിക്കൊണ്ട് ഐക്യകണ്ഠേന അത് തിരിച്ചുപിടിക്കാനും പൈസ അടപ്പിക്കാനും തീരുമാനമെടുത്തു. അത് BJP കൗൺസിലർമാർ നടത്തിയ കഴിഞ്ഞ 5 വർഷം നടത്തിയ നിയമപോരാട്ടത്തിൻ്റെ അന്തിമ ഫലം തന്നെയാണ്. അതിന് BJP ഒറ്റക്കെട്ടായി ഈ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കും. ആ കോർപ്പറേഷൻ്റെ 1 രൂപ പോലും നഷ്ടപ്പെടാൻ അനുവദിക്കാൻ ഞങ്ങൾ കോർപ്പറേഷൻ കൗൺസിലർമാർ അതിന് കൂട്ടുനിൽക്കില്ല എന്ന് കൃത്യമായിട്ടുള്ള ഒരു വിവരം കൂടിയാണ് ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. കുടിശ്ശിക ഏത് തീയതിക്കകം അടപ്പിക്കാം, ഇല്ലെങ്കിൽ എന്ത് നടപടിയെടുക്കണമെന്നും കൗൺസിൽ തീരുമാനമെടുക്കണമെന്നും രഘുനാഥ് ആവശ്യപ്പെട്ടു. കരാർ ലംഘനം അടക്കമുണ്ടായിട്ടും മുൻ ഭരണസമിതി ബിനി ടൂറിസ്റ്റ് ഹോമിന്റെ കാര്യത്തിൽ വലിയ വീഴ്ചകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൃത്യമായി വാടക ഈടാക്കുന്ന കാര്യത്തിൽ പോലും ഭരണസമിതി കാര്യമായ ഇടപെടലുകൾ ഒന്നും നടത്തിയിട്ടില്ല. കോർപ്പറേഷന് കിട്ടേണ്ട പണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് തൃശൂർ കോർപ്പറേഷൻ ഐക്യകണ്ഠമായി എടുത്തിരിക്കുന്ന തീരുമാനം. ജനം, തൃശൂർ.